നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യുന്നത് ദ്വിമാന രൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമചതുരത്തെക്കുറിച്ച് പറഞ്ഞു, ചതുരത്തെക്കുറിച്ച് പറഞ്ഞു, സമഭുജ ത്രികോണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ ത്രികോണത്തിൽ ഒരു ഭാഗം വിട്ടുപോയിരുന്നു. അതായത് വിഷമഭുജ ത്രികോണം. ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഭുജങ്ങൾ തുല്യമല്ലാത്ത ത്രികോണങ്ങളാണ് വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 21 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എന്നീ ക്രമത്തിലാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം കണ്ടെത്താനുള്ള സമവാക്യം നമ്മൾ ഓർത്തു വെക്കണം. വിഷമഭുജ ത്രികോണമാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടെത്താനുള്ള സമവാക്യം നോക്കിക്കോളൂ. പരപ്പളവ് സമം എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് വിഷമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താനുള്ള സമവാക്യം. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് 3 വശങ്ങളുടെ അളവാണ്. എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. 3 വശങ്ങളുടെ നീളങ്ങളും കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് എസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് നമുക്കിതിൻ്റെ ഉത്തരം പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 വശങ്ങളെ ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി ആയിട്ട് എടുക്കാം. അപ്പോൾ എ 21, ബി 17, സി 10. നമ്മൾ എന്ത് ചെയ്യണം? എസ് കാണണം. എസ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് നമ്മൾ പറഞ്ഞു. അതായത് 21 പ്ലസ് 17 പ്ലസ് 10 ബൈ 2 ആണ് എസ്. അതായത് 21ഉം 17ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48 കിട്ടും. 48 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 24 കിട്ടും. ഇനി നമുക്ക് സൂത്രവാക്യത്തിൽ അപ്ലൈ ചെയ്യാം. അതായത് സൂത്രവാക്യം നമുക്കറിയാം. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആയിരുന്നു. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. ഇനി എസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മൈനസ് എ 21. എസ് മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മൈനസ് 17. എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ 24 മൈനസ് 10. അപ്പോൾ 24 ഇൻറ്റു 24 മൈനസ് 21 3. ഇവിടെ 24 മൈനസ് 17 7. 24 മൈനസ് 10 14. ഇത് നോക്കൂ. ഇനി നമുക്ക് ഈ സംഖ്യകളെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 24നെ നമ്മളൊന്ന് ചെറുതാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 3 8 24. ബാക്കി അതുപോലെ എഴുതുന്നു. 3 അവിടെ ചെയ്തു. 7 അതുപോലെ എഴുതി. ഇവിടെ നമുക്ക് 14 നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 7 എന്ന് എഴുതാം. കാരണം നമുക്ക് ഈ സംഖ്യകളെ ഗുണിച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് കിട്ടുക. ആ സംഖ്യയുടെ റൂട്ട് എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമായതുകൊണ്ട് ഈ റൂട്ടിനകത്തുള്ള സംഖ്യകളെ ഒന്ന് ചെറുതാക്കിയെന്ന് മാത്രം. ഈ നോക്കൂ. ഇവിടെ 2, ഇവിടെ 2. ഈ 2 2 വരുമ്പോൾ 2 ഇൻറ്റു 2 4 അല്ലേ? അപ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ 2 സംഖ്യയിൽ നിന്ന് നമുക്ക് ഒരു 2 എടുക്കാം. ഇനി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ വീണ്ടും 2 2 വന്നു. അതിൽ നിന്ന് 1 എടുക്കാം. നോക്കൂ. ഇവിടെ 3, ഇവിടെ 3 അല്ലേ? 3 × 3 9 ആണല്ലോ. അപ്പോൾ 9ൻ്റെ റൂട്ട് എത്രയായിരിക്കും? 3 ആയിരിക്കും. 3 എടുത്തു. അത് 2 1 എടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ അത് റൂട്ട് എടുത്തു. ഇനി ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഈ 2 7ൽ നിന്നും ഒരു 7 എടുക്കാം. അതായത് 7 7 49 ആണ്. 49ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. അപ്പോൾ 7 എടുക്കും. അപ്പോൾ ഇതാണ് ഈ സംഖ്യയുടെ റൂട്ട്. ഇത് നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 4 3 4 12 12 ഇൻറ്റു 7 84. അപ്പോൾ 84 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഈ തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി ചതുരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കാം.
ഒരു മുറിയുടെ നീളം, വീതി എന്നിവ 7:5 എന്ന അംശബന്ധത്തിലാണ്. മുറിയുടെ ചുമരിന് പെയിൻ്റ് അടിക്കാൻ ചതുരശ്ര മീറ്ററിന് 10 രൂപ നിരക്കിൽ 4800 രൂപ ചെലവായി. ചുമരിൻ്റെ ഉയരം 4 മീറ്ററായാൽ ചുമരിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം. നീളവും വീതിയും എത്രയെന്നറിയില്ല, പക്ഷേ അവയുടെ അനുപാതം പറഞ്ഞിട്ടുണ്ട്. നീളം വീതിയും തമ്മിലുള്ള അനുപാതം 7:5 എന്നാണ്. അപ്പോൾ നമുക്ക് നീളത്തെ 7x വീതിയെ 5x കണക്കാക്കാം. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ മുറിയുടെ 4 ചുവരുകൾക്കും പെയിൻ്റ് അടിക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 4800 രൂപ ചിലവായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആകെ എത്ര പരപ്പളവുണ്ടോ അതിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ ആകെ ചിലവ് കിട്ടുക. അപ്പോൾ ആകെ പരപ്പളവ് എത്രയാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതായത് ആകെ പരപ്പളവ് എത്രയായിരിക്കും? 4800 ഹരിക്കണം 10 ആയിരിക്കും. അതായത് 480 ചതുരശ്ര മീറ്റർ ആയിരിക്കും. 480 ചതുരശ്ര മീറ്റർ ആയിരിക്കും ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുറിയുടെ 4 ചുവരുകളുടെ പരപ്പളവ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആ മുറിയുടെ പാദ ചുറ്റളവിനെ ആ മുറിയുടെ ഉയരം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് പരപ്പളവ് ലഭിക്കുന്നത്. അപ്പോൾ 480 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ പാദ ചുറ്റളവിനെ നീളം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും 480. അപ്പോൾ നമുക്കറിയാം ചുറ്റളവ് എന്താണ്? നീളം പ്ലസ് വീതി ഇൻറ്റു 2 ആണ്. അപ്പോൾ നോക്കൂ, നീളം നമ്മൾ 7x ആണ്, വീതി 5x ആണെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? 2 ഇൻറ്റു 7x പ്ലസ് 5x ആയിരിക്കും. അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണല്ലോ പരപ്പളവ്, അതായത് 480. ഈ നോക്കൂ, ഇവിടെ നമുക്ക് ഈ 2നെയും ഈ 4നെയും ഗുണിച്ച് കഴിഞ്ഞാൽ 8. ആ 8നെ മറുവശത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 12x എന്ന് കിട്ടും. ഇവിടെ 480 ഹരിക്കണം 8 എത്രയായിരിക്കും ഉണ്ടാവുക? 60 ആയിരിക്കും ഉണ്ടാവുക. 480നെ 8 കൊണ്ട് ഹരിക്കുന്നു. കാരണം ഈ 2ഉം ഈ 4ഉം 2 4 8, ആ 8 അങ്ങോട്ട് പോയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12x = 60 ആണ്. അതുകൊണ്ട് x = 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഇനി നീളം എന്താണ്? 7x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീളം എന്തായിരിക്കും? x 5 ആണ്. അപ്പോൾ 7 ഇൻറ്റു 5 അതായത് 35 ആണ് നീളം. വീതി 5x ആണ്. അതുകൊണ്ട് 5 ഇൻറ്റു 5 അതായത് 25 ആണ് വീതി. പക്ഷെ നമ്മളോട് ചോദിച്ചത് നീളം എത്രയെന്നോ വീതി എത്രയെന്നോ അല്ല ചോദിച്ചത്, നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അതായത് 35ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. എത്രയാണ് വ്യത്യാസം? 10. അപ്പോൾ നമ്മൾ ഉത്തരം എത്രയാണ്? 10.